ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേയ്സ് വിത്ത് മീ. അപ്പോൾ നമ്മുടെ 60 ഡേയ്സ് ചലഞ്ചിൻ്റെ ഫസ്റ്റ് വീക്കാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണാം കേട്ടോ. 60 ഡേയ്സ് ചലഞ്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ആ കാര്യം കണ്ടിട്ട് നിങ്ങൾക്ക് ഇനിയുള്ള ദിവസം ഉണ്ടല്ലോ, അത്രയും ദിവസത്തെ ഒരു ചലഞ്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഒരുവിധം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് കൂടാതെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പറയാം. നമ്മൾ 2026 തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു 2 മാസം കുറച്ച് റെസൊല്യൂഷൻസ് ഒക്കെ എടുത്ത് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുവാണ്. ഓവറാൾ ഉള്ള ഒരു സെൽഫ് ഗ്രോത്ത് ആണ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്ന ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, ജസ്റ്റ് ചെറിയ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഒരു ഡ്രീം ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒരു 6 അവർ നിങ്ങൾ പ്രയത്നിക്കുക. പിന്നെ നോർമൽ നമ്മുടെ സ്കിൻ കെയർ, ഹെയർ കെയർ, മെഡിറ്റേഷൻ, അതേപോലെ ബുക്ക്, ഏതെങ്കിലും ഒരു ബുക്ക് റീഡ് ചെയ്യുക, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ ചേർന്നതാണ്. നിങ്ങൾ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ടൈപ്സ് വീഡിയോസൊക്കെ കാണാമായിരിക്കും അല്ലേ, കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ ജേർണലിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ജേർണൽ ചെയ്യാം, അല്ലെങ്കിൽ വീക്ക്ലി ചെയ്യാം. എനിക്കിപ്പോൾ വീക്ക്ലി ചെയ്യുന്നതാണ് ഇഷ്ടം. ഡെയിലി ആകുമ്പോൾ ഞാൻ മടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ വീക്ക്ലി ചെയ്യും. അതായത് ഒരു സൺഡേ നമ്മൾ അടുത്ത ഒരു സൺഡേസ് വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ എഴുതി വയ്ക്കും. അപ്പോൾ പിന്നീട് നൈറ്റോ അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്കതൊന്ന് അസസ് ചെയ്ത് പോയാൽ മതി, അസസ്മെൻറ്റ് നടത്തിയാൽ മതി. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഏത് ജേർണലാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ ഫാക്ടർ നോട്ടിൻ്റെ ജേർണലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അടുത്ത വർഷം ഞാൻ അത് വാങ്ങുമെന്നുള്ളത് ഡൗട്ടാണ്. നോർമലി ഒരു ബുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ജേർണലിൽ നമുക്ക് അധികം ഇങ്ങനെ നമ്പറിട്ട് കാര്യങ്ങളെല്ലാം എഴുതാനായിട്ട് നമുക്ക് അവിടെ അത്രയ്ക്കും സ്പേസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു ബുക്കിലാണ് നോർമലി എഴുതുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സൺഡേ നമ്മൾ നൈറ്റ് ഇതുപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്പറിട്ട് താഴെയായിട്ട് എഴുതി വെക്കും. എനിക്ക് ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വീക്ക് ഫുള്ള് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഡേറ്റ് ഇടും. എന്നിട്ട് ഓരോ ദിവസം നൈറ്റ് നമ്മളിത് അസസ്മെൻറ്റ് നടത്തും. അപ്പോൾ ഒരു 10 കാര്യങ്ങളാണെങ്കിൽ അതിൽ എത്ര പോയിന്റ് കിട്ടി എന്ന് താഴെ എഴുതി വെക്കും. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു 7 പോയിന്റ് ഒക്കെ കിട്ടിയായിരുന്നു. പിന്നെ അടുത്ത ദിവസം എനിക്ക് അതിന് അത്ര പറ്റിയില്ല. അപ്പോൾ ഒരു 4-5 പോയിന്റ് ആയിരുന്നു കിട്ടിയിരുന്നത്. സാരമില്ല, നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് വരെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജേർണൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യത്തിന് മുന്നേ ടിക്കും, ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇങ്ങനെ വെട്ടി വിടുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് ഓരോ ദിവസവും രാത്രി നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ ദിവസം രാത്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് കുറവാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് അതിന് വേണ്ടി കുറച്ചും കൂടി ഒന്ന് എഫേർട്ട് ഇട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേക്കാൻ നോക്കുക. രാവിലെ എഴുന്നേറ്റാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സമയം കിട്ടും അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ കിടന്നുറങ്ങുന്ന സമയമാണല്ലോ നമ്മൾ രാവിലെ എഴുന്നേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അത്രയും സമയം നമുക്ക് കുറച്ച് നല്ല ആക്ടിവിറ്റീസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഒരു ടൈം, അതായത് മോർണിംഗ് വാക്ക്, അതുപോലെ മെഡിറ്റേഷൻ, ഫേസ് യോഗ, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുന്നത്, അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു ഉറങ്ങുന്ന സമയമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അതുവഴി നമുക്ക് നമ്മുടെ ലൈഫിലൊരു ഗുഡ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്ന ഒരു നല്ലൊരു രീതിയിലുള്ളൊരു മാറ്റം തന്നെ നമുക്ക് ഉണ്ടാവും. അത് തീർച്ചയാണ് കേട്ടോ. എന്തോ ഒരു ആശ്വാസമാണ്. നമ്മൾ ഇതൊക്കെ ചെയ്തു എന്ന് കിട്ടുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടല്ലോ. അല്ലെങ്കിൽ മിക്കുള്ള ദിവസം രാത്രി നമ്മളിങ്ങനെ വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ടൊക്കെ കിടന്നുറങ്ങുമ്പോൾ രാത്രി ആകുമ്പോഴേക്കും ചിന്തിക്കണം അയ്യോ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു സംതൃപ്തി അത് കിട്ടും. അത് കാരണം നല്ല ഉറക്കവും കിട്ടും. മറ്റേ നമ്മൾ ഇങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത് നമ്മുടെ ഉറക്കവും കൂടി പോകത്തില്ലേ. പിന്നെ നമുക്ക് ഈ ഒരു ജേർണൽ എഴുതുമ്പോൾ തന്നെ കളർ പെൻസ്, സ്റ്റിക്കേഴ്സ് അതൊക്കെ യൂസ് ചെയ്താൽ കുറച്ചും കൂടി മനോഹരമായിട്ട് നമുക്ക് ആ ഒരു രീതിയിലൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജേർണലിംഗ് തയ്യാറാക്കൂലേ, ഫോട്ടോസും ഫോൺസൊക്കെ വെച്ച് അത് ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഡെയിലി അതൊക്കെ ചെയ്യാനാണെങ്കിൽ സമയം പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു മന്ത്ലിയോ അല്ലെങ്കിൽ മന്ത്ലി ടോയ്സോ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കരുതി. അതായത് നമുക്ക് ഓരോ ദിവസത്തെ അങ്ങനെ നമുക്ക് ഇങ്ങനെ വലിയ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻസ് ഒക്കെ നമുക്ക് സന്തോഷമുള്ളതും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ നമുക്കൊരു മൂവി ടിക്കറ്റ് ആയിരിക്കാം, ബസ് ടിക്കറ്റ് ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് അതൊക്കെ വെച്ച് ജസ്റ്റ് ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഒരു നല്ല കാര്യമാണ്. നല്ലൊരു ഹോബിയായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ചിത്രം വരയ്ക്കുന്നത്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹോബീസൊക്കെ നമുക്ക് കുഞ്ഞുനാളിൽ കുറേ ഹോബീസ് ഉണ്ടായിരിക്കും. വളരും തോറും അത് ഓരോന്നോരോന്നായിട്ട് കൊഴിഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ ചിത്രം വരയ്ക്കുമായിരുന്നു. വലുതാകുമ്പോൾ എനിക്ക് ചിത്രം വരയ്ക്കും, പക്ഷേ
ഇപ്പോൾ അതിന് സമയമില്ല, പിന്നെ ആവട്ടെ എന്നും പറഞ്ഞ് മാറ്റി വയ്ക്കും. പക്ഷെ അത് തന്നെ ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാലും നമ്മുടെ ആ ഒരു ഹോബിയും കൂടി നമുക്ക് പ്ലാനൊക്കെ ചെയ്ത് ചെയ്യുവാണെങ്കിൽ അതും കൂടി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ജേർണലിങ് എഴുതുന്ന കാര്യങ്ങളാണ് ഇത്രയും നേരം സംസാരിച്ചത്. അതോടൊപ്പം നമ്മുടെ 6 hour നിങ്ങൾ ആരും മറക്കരുത്. നമ്മുടെ ജേർണലും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ജേർണൽ എഴുതുമ്പോൾ തന്നെ ആദ്യം വേണ്ടത് നമ്മുടെ ലക്ഷ്യം എഴുതി വെക്കുക എന്നതാണ്. എന്നിട്ട് അതിന് വേണ്ടി ഡെയിലി 6 hour നമ്മൾ ടൈം അതിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഓരോ ദിവസം നിങ്ങൾ ജേർണൽ എഴുതുമ്പോഴും ശ്രദ്ധിക്കണം, ഇതിനു വേണ്ടി നിങ്ങൾ സമയം എടുത്തിട്ടുണ്ടോ. ബാക്കി എല്ലാം ചെയ്യേണ്ട കാര്യമാണ്, പക്ഷേ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ദിവസം മറന്നെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ദിവസം നമ്മൾ ചെയ്യാതിരിക്കരുത്. ഇപ്പോൾ ഞാനിപ്പോൾ PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിന് വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ റിവിഷൻ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അനുസരിച്ച് നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം ഡെയിലി ചെയ്തു എന്ന് ഉറപ്പാക്കണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നിങ്ങളുടെ അടുത്ത് തന്നെ, നിങ്ങൾ സ്വപ്നം കണ്ട ആ ലക്ഷ്യം നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ മറക്കണ്ട, നിങ്ങൾ സ്വപ്നം കണ്ട നിങ്ങളുടെ ആ ലക്ഷ്യം നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.